എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ ഒരു കാരണവശാലും ചായക്കൊപ്പം ഇവയൊന്നും കഴിക്കരുത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല അല്ലേ? മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് ചായ. ദിവസവും എത്ര ചായ വേണമെങ്കിലും കുടിക്കുന്നവരാണ് പലരും. പക്ഷേ ചായ കുടിക്കുമ്പോൾ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കപ്പ് ചായ കുടിച്ചാൽ കിട്ടുന്ന ഉന്മേഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല പലർക്കും. എന്നാൽ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചായ കുടിക്കുമ്പോൾ ഒരിക്കലും കൂടെ കഴിക്കാൻ പാടില്ലാത്തതാണ് പാൽ ഉൽപ്പന്നങ്ങൾ. ഉദാഹരണത്തിന് ചീസ്, തൈര്, പാൽ തുടങ്ങിയവ ഇതിനൊപ്പം ചേർക്കരുത്. പാൽ ചായ കുടിക്കുന്ന ശീലം പലർക്കുമുണ്ട്. എന്നാൽ ഇത് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ അതിലെ ആന്റി ഓക്സിഡന്റുകളുടെ ഗുണങ്ങൾ കുറയുന്നു. അതുപോലെ പാലിന്റെ അതിപ്രസരം കട്ടൻ ചായയുടെയും ഗ്രീൻ ടീയുടെയും ഒക്കെ യഥാർത്ഥ ഗുണങ്ങൾ ഇല്ലാതാക്കുന്നു. ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് സിട്രസ് പഴങ്ങൾ. ചില സമയത്ത് കട്ടൻ ചായക്കൊപ്പമൊക്കെ നാരങ്ങ പോലുള്ളവ പിഴിഞ്ഞു ചേർക്കാറുണ്ട്. എന്നാൽ ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ ഒരു കാരണവശാലും ചായക്കൊപ്പം കഴിക്കരുത്. ഇതിലെ ഉയർന്ന ആസിഡിക് സ്വഭാവം ചായയിലെ ടാനിൻസ് എന്ന ഘടകവുമായി ചേർന്ന് കയ്പായിരിക്കും നൽകുക. മാത്രമല്ല ആമാശയത്തിലെ pH നിലയെ മാറ്റാൻ സിട്രസ് പഴങ്ങൾക്ക് കഴിയും. ചായക്കൊപ്പം ഒരു കാരണവശാലും മദ്യം കഴിക്കരുത്. മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ചായയുടെ സൂക്ഷ്മമായ സുഗന്ധങ്ങളെ മറയ്ക്കാനും അതിന്റെ ശാന്തതയെ ഇല്ലാതാക്കാനും മദ്യത്തിന് കഴിയും. മദ്യവും ചായയും ഡയൂറിറ്റിക്സ് ആണ്. ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ നിർജ്ജലീകരണത്തിന് കാരണമാകും. ചായയിലെ ടാനിനും മദ്യവുമായി പ്രതിപ്രവർത്തിക്കും. ഇത് കഠിനവും കൈപ്പേറിയതുമായ രുചിക്ക് കാരണമാകുന്നു. നാവിൽ മധുരം നൽകുന്ന ചോക്ലേറ്റ് ഏറെ നല്ലതാണ്. പക്ഷേ ഇത് ചായക്കൊപ്പം കഴിക്കാൻ പാടില്ല. ചായയുടെ വളരെ ലോലമായ രുചിയെ മറികടക്കാൻ സാധിക്കുന്നത് തീവ്രമാണ് ചോക്ലേറ്റിന്റെ രുചി. ചോക്ലേറ്റിലും ചായയിലുമുള്ള അമിതമായ കഫിന്റെ അംശം കാരണം ഇത് അമിതമായി കഴിക്കുന്നത് ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്ക പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. ഈ കോമ്പിനേഷൻ കഴിക്കുമ്പോൾ ചായയിൽ നിന്നുള്ള ടാനിനും ചോക്ലേറ്റിൽ നിന്നുള്ള തിയോബ്രോമിനും ഒരു രേതസ് രുചി ഉണ്ടാക്കുന്നത് വളരെ അരോചകമാണ്. എരിവുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷേ എരിവുള്ള ഭക്ഷണത്തിനോടൊപ്പം ചായ കുടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അമിതമായി കുരുമുളകും മുളകുപൊടിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഭക്ഷണമാണെങ്കിൽ ഒരിക്കലും അതിനൊപ്പം ചായ കുടിക്കരുത്. ചായയുടെ നല്ല രുചിയെ കെടുത്താൻ ഇതിന് സാധിക്കും. എരിവുള്ള ഭക്ഷണങ്ങളിലെ ക്യാപ്സൈസിൻ എന്നിവയെ അമിതമായി ഉത്തേജിപ്പിക്കും. ഇത് ചായയുടെ സൂക്ഷ്മമായ രുചിയെ ഇല്ലാതാക്കുന്നു. കൂടാതെ എരിവുള്ള ഭക്ഷണങ്ങൾ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചായയിലെ ടാനിനുകൾക്ക് ഒപ്പം കൂടിച്ചേർന്ന് വയറ്റിൽ ഇത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.